ഹലോ ഗൈസ്, ബാക്ക് ടു മൈ ചാനൽ ഡോക്ടർ വെയിറ്റ്. അപ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് നറൂട്ടോ ചാപ്റ്റർ 2 എന്ന് വരുമെന്ന് കുറേ പേര് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എസ് ഗൈസ്, ആ ഒരു ലീക്കും കാര്യങ്ങളായി കിട്ടിയിട്ടുണ്ട്. അത് കൂടാതെ നമ്മുടെ OB49 അപ്ഡേറ്റും കാര്യങ്ങളായി കഴിഞ്ഞല്ലോ. ഇനി എന്തൊക്കെ ഇമോട്ടാക്കി ഈ ഒരു അപ്ഡേറ്റിൽ നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്നത് നമ്മൾ ഫുള്ളായിട്ട് നോക്കുന്നുണ്ട്. എല്ലാ ഇമോട്ടിനെ പറ്റി നോക്കുന്നുണ്ട്. അത് കൂടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗോൾഡൻ ക്രിമിനൽ നമ്മുടെ ഗെയിമിലേക്ക് വരികയാണ്. അത് ഏതൊക്കെ ഇവന്റിലേക്ക് എപ്പോഴേക്കും വരുന്നത് നമ്മൾ നോക്കുന്നുണ്ട്. അത് തന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്കടിച്ച് ലെസ്ക്രീ ചെയ്ത് വെച്ചേട്ടോ. ഗൈസ്, നമുക്ക് ഇമോട്ട് സെക്ഷൻ തന്നെ നോക്കാം. ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ വഞ്ചിയാണോ ബോളാണെന്ന് അറിയത്തില്ല, വഞ്ചിയാണെന്ന് തോന്നുന്നു. വഞ്ചിയിൽ നിന്ന് കുറേ ഗോൾഡ് കോയിൻ പോകുന്ന ഒരു ഇമോട്ടാണ് കേട്ടോ. ഇത് ചിലപ്പോൾ നമ്മുടെ ആ ഒരു ഗോൾഡൻ ക്രിമിനൽ വരുന്നല്ലോ, അതിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ഒരു ഇമോട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. ഗൈസ്, എന്തായാലും ഇതുവരെ ചെയ്തതിൽ വെച്ച് തന്നെ വെറൈറ്റി ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അടുത്ത് നോക്കാൻ നമ്മുടെ റാപ്പ് ഇവന്റ് ഉണ്ടല്ലോ, പണ്ട് ഫ്രീ ഫയറിൽ വന്നൊരു ഇവന്റും കാര്യങ്ങളൊക്കെയാണ്. പലർക്കും പല ഓൾഡ് പ്ലേയേഴ്സിനെ അറിയായിരിക്കും. ഈ ആ ഒരു തീമിൽ ചെയ്തേക്കുന്ന ഒരു ഇമോട്ടും കാര്യങ്ങളൊക്കെയാണ്. ഏകദേശം ഡാൻസ് കളിക്കുന്നതൊക്കെ കണക്കിരിക്കും കേട്ടോ. ഗൈസ്, ഇത് ഏത് ഇവന്റിനെ ബേസ് ചെയ്തിട്ട് വരുന്നത് ഇതൊരു ലീക്ക് സൈഡിലൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അടുത്ത നോക്കുകയാണെങ്കിൽ ഒരു ഡാൻസ് കളിക്കുന്ന രീതിയിലൊരു ഇമോട്ടും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും കൊള്ളാം. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. എന്തായാലും അത് 8th ആനിവേഴ്സറി സംബന്ധിച്ച് വരാൻ പോകുന്ന ഇമോട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അടുത്ത ഇമോട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇമോട്ടാണ്. ഏകദേശം നമ്മുടെ ഹുക്കോങ് ഉണ്ടല്ലോ, ഹുക്കോങ് കാണിക്കുന്ന കണക്ക് ഏകദേശം ആ ഒരു അനിമേഷനിൽ കൊണ്ടുവരുന്ന റിമോട്ട് കണക്ക് ഉണ്ട് കേട്ടോ. എനിക്കിത് കണ്ടപ്പോൾ നേരെ നമ്മുടെ ഹനുമാൻ സിനിമയ്ക്കകത്ത് അവർ കാണിക്കുന്ന കണക്കാണ് തോന്നുന്നത്. നിങ്ങൾക്ക് തോന്നുന്നത് കമൻറ്റ് ഇട്ടേക്ക്. അത് അടുത്ത കണക്ക് നോക്കുവാണെങ്കിൽ അടുത്ത് ഈ ഒരു റിമോട്ടാണ് നമ്മുടെ അവഞ്ചേഴ്സിലൊക്കെ കാണിക്കുന്ന ആ ഒരു ടൈപ്പിലുള്ള റിമോട്ടും കാര്യങ്ങളൊക്കെയാണ്. എനിക്കിത് കണ്ടപ്പോൾ നമ്മുടെ ARVയിൽ സൂര്യ കാണിക്കുന്ന ആ ഒരു സംഭവമാണ് ഓർമ്മ വന്നത്. എന്തായാലും കാലിരിക്കാൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ടോപ്പ് ഗോൾഡൻ ക്രിമിനൽ വരുന്ന സമയത്ത് മെയിനായിട്ട് റിമോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇത് തന്നെ ബേസ് ചെയ്താൽ വരുന്നത് എനിക്കറിയത്തില്ല. അടുത്ത നോക്കൊണ്ട് പഞ്ചിങ് ഇമോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് ഏത് ഇവൻ്റെ സംബന്ധിച്ചാണ് വരുന്നത് ഇതൊരു ലീക്ക് സൈഡിലൊന്നും കിട്ടിയിട്ടില്ല. ചിലപ്പോൾ 1 month ഇവൻ്റെ എല്ലാം കൊണ്ടുവന്നാൽ നൈസ് ആയിരിക്കും. പക്ഷേ ഒരു ബന്ധമില്ലതാണ് ഈ ഒരു പഞ്ചിങ് ഇമോട്ട് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. ഗൈസ്, അടുത്ത ഇമോട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇമോട്ട് നമ്മുടെ P90 ഉള്ള എവോ P90 വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഫൈനൽ ഇമോട്ടാണ് കേട്ടോ. അതിൻ്റെ മെയിൻ ഇമോട്ടാണിത്. അവിടെ കൂടാൻ നോക്കുകയാണെങ്കിൽ അടുത്തൊരു ഇമോട്ട് വരുന്നുണ്ട്. ഇതൊരു നോൺ സ്റ്റോപ്പ് ഇമോട്ടാണ് കേട്ടോ, ഇങ്ങനെ കൈ കറക്കിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ്, അത് കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഡുവൽ ഇമോട്ട് വരുന്നുണ്ട്. നൈസായിട്ട് ചെയ്തേക്കുന്ന ഒരു ഡുവൽ ഇമോട്ടും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ കില്ലൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നൈസായിട്ട് ഇടാൻ പറ്റും കേട്ടോ. എന്തായാലും ഈ ഒരു ഇമോട്ട് എന്തായാലും കൊള്ളാം. ഗൈസ്, അത് കഴിഞ്ഞിട്ട് ഇങ്ങനൊരു ഇമോട്ട് വരുന്നുണ്ട്. ഈ ഒരു ഇമോട്ടിനകത്ത് നിങ്ങളുടെ പേരും മറ്റേ ഗെയിം എന്നാൽ നിങ്ങൾ തുടങ്ങിയെന്നൊക്കെ കാണിക്കുന്നതായിക്കോട്ടോ. ഗൈസ്, അതിനൊക്കെ ഒരു കോമഡി ആയിട്ട് ഇമോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഇത് ഡയമണ്ട് ആയിരിക്കും വരുന്നത്. എന്തായാലും ഫ്രീ ആയിട്ട് വരാൻ ചാൻസും കാര്യങ്ങളൊന്നും ഇരിക്കാൻ കാണത്തില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് നോക്കുവാണെങ്കിൽ ഒരു ഹായ് കാണിക്കുന്ന ഒരു ഇമോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ സ്കൂളിൽ ഇരുന്നിട്ട് പെട്ടെന്ന് ഫ്രണ്ട്സ് വരുമ്പോൾ കൈ കാണിക്കുന്നതൊക്കെ ഒരു സംഭവം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അടുത്ത നോക്കുവാണെങ്കിൽ അനിമി എന്ന് പറയുന്ന വേറൊരു അനിമി വരുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് വരുന്ന ഇമോട്ടും കാര്യങ്ങളൊക്കെയാണ്. അതിൽ ആ ഒരു ഇവന്റ് കാര്യങ്ങളൊക്കെ വരാൻ പോകുന്ന ഇമോട്ടാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഇവന്റ് നമ്മുടെ OB49 തന്നെ വരുമെന്ന്. അതിൽ മെയിനായിട്ട് വരാൻ പോകുന്ന ഇമോട്ടായിരിക്കും കേട്ടോ അത്. അത് കഴിഞ്ഞിട്ട് നോക്കുവാണെങ്കിൽ പട്ടിയെ കല്ലെറിയുന്ന ഒരു ഇമോട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും കോമഡി കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് നോക്കുവാണെങ്കിൽ ജസ്റ്റ് ഒരു ഡാൻസ് കളിക്കുന്ന ഒരു സ്റ്റെപ്പ് ആണ് ഒരു ഇമോട്ടും കാര്യങ്ങളൊക്കെ. ഈ രണ്ട് ഇമോട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അടുത്ത ഇമോട്ട് നോക്കുവാണെങ്കിൽ പണ്ട് നമ്മളിങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ച് കളിക്കില്ല ചുമ്മാ, അത് കണക്ക് ഒരു ഇമോട്ടും കാര്യങ്ങളൊക്കെയാണ്. നോക്കുവാണെങ്കിൽ വേറെ ഇമോട്ട് വരുന്നുണ്ട്. ജസ്റ്റ് ഒരു കോമഡി പീസ് കണക്ക് എന്തോ ഗിയർ ഇടുന്ന ഒരു ഇമോട്ടും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് വേറെ 2 ഇമോട്ട് വരുന്നുണ്ട് കേട്ടോ. എല്ലാം സെയിം കണക്കിരിക്കുകയാണ്. സോ ഇതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ OB49 അപ്ഡേറ്റിൽ വരാൻ പോകുന്ന ഇമോട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ, പല ഇവന്റിലായിട്ട്. ഗൈസ്, അത് കൂടെ നമ്മുടെ ഗെയിമിലേക്ക് ഒരു ഗോൾഡൻ ടോപ്പ് ക്രിമിനലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് വരാൻ പോകുന്ന ഫസ്റ്റ് ഇവന്റ് ഇതായിരിക്കും കേട്ടോ, ഒരു ഫീഡ് വീലും കാര്യങ്ങളൊക്കെ. നമ്മുടെ ഒരു ആനിമേഷൻ ഉള്ളോ, 6 ആനിമേഷൻ ഉണ്ടല്ലോ, ആ ഒരു ആനിമേഷൻ ആയിരിക്കും ഫസ്റ്റ് വരാൻ പോകുന്നത്. സോ ഗൈസ്, ഈ ഒരു ഇവന്റും കാര്യങ്ങൾ നമ്മുടെ ഗെയിമിലേക്ക് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. കാരണം കൺഫേമും കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും ചെയ്ത് വെച്ചേക്കണം. ഡേറ്റ് മാത്രം ഫിക്സ് ആയി മതി കേട്ടോ. സാധാരണ നമ്മുടെ ഗോൾഡൻ ടോപ്പ് ക്രിമിനലിനെ സംബന്ധിച്ച് തന്നെ വേറെ ഇവന്റ് വരുന്നുണ്ട്, ലക്കി ലൂർ ആണ്. കാരണം നമ്മുടെ മെയിൻ ആയിട്ടൊരു ഇവന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗോൾഡൻ ടോപ്പ് ക്രിമിനൽ അതിനകത്ത് വരുന്ന ഒരു ഗ്ലൂവും കാര്യങ്ങളൊക്കെയാണ്. അത് കൂടാതെ കുറച്ച് ഗ്ലൂവും കാര്യങ്ങളൊക്കെ അതിനകത്ത് തന്നെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഡ്രസ്സൊക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഗ്ലൂ ആണല്ലോ, ഈ ഒരു ഗ്ലൂ ആയിരിക്കും അതിൻ്റെ മെയിനായിട്ട് വരുന്ന ഇവന്റും കാര്യങ്ങളൊക്കെ. അതിനൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ റെഡ് ക്രിമിനലിൻ്റെ തല പോലത്തുള്ള ആ ഒരു ഗ്ലൂ ഉണ്ടല്ലോ, മറ്റേ റെഡ് ക്രിമിനൽ തലയുള്ള ആ ഒരു ഗ്ലൂവും കാര്യങ്ങളൊക്കെ ഇതേ ഇവന്റിൽ തന്നെ വിടുന്നുണ്ട് അവർ. ഗൈസ്, അതിനൊക്കെ തന്നെ ഈ ഒരു സ്കിന്ന്, അതിനൊക്കെ തന്നെ ഒരു നീല സ്കിന്നുണ്ടല്ലോ ഒരു ഗ്ലൂവിൻ്റെ, ആ ഒരു സ്കിന്നും ഇത് ഈ ഒരു ലക്കി ലൂറിനായിരിക്കും വരാൻ പോകുന്നത് കേട്ടോ. ഗൈസ്, നമ്മുടെ ടോപ്പ് ഗോൾഡൻ ക്രിമിനൽ എങ്ങനെ ആയിരിക്കും വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേറ്റ് വീൽ വഴിയായിരിക്കുന്നുണ്ട് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ റെഡ് ക്രിമിനലും അതിന് തന്നെ വിടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കൂടാൻ നോക്കുകയാണെങ്കിൽ ഒറ്റ കളറല്ല, ജസ്റ്റ് ഗോൾഡൻ ക്രിമിനൽ ഗോൾഡൻ കളർ ആയിരിക്കും. അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് കളർ മാറിക്കൊണ്ടിരിക്കും. പിന്നെ കുറച്ച് നേരം വെള്ളമായിരിക്കും. സോ അതിനൊക്കെ തന്നെ ഇതിനകത്ത് തന്നെ കുറേ ലൂട്ട് ബോക്സ്, അതിനൊക്കെ തന്നെ ബാക്ക് എല്ലാം വരാനുണ്ട്. അതും ഈ ഒരു ഫേറ്റ് വീലിൽ തന്നെ ആയിരിക്കും കേട്ടോ വരാൻ പോകുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ പഴയ മറ്റേ ക്രിമിനൽ ബണ്ടിലൊക്കെ ഉള്ളൂ, അത് വരാനും ചാൻസ് ഉണ്ട്. ജസ്റ്റ് ചാൻസ് മാത്രമേ ഉള്ളൂ. ഇത് ഒറ്റ കളറായിരുന്നു, ഗോൾഡൻ കളർ മാത്രം തന്നെ കാണാൻ സെറ്റായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വെള്ളയും വരുന്നുണ്ട്. ഇതിലും കുഴപ്പമില്ല, സെറ്റാണ്. ഡയമണ്ടുള്ളവരൊക്കെ എടുത്തത് കേട്ടോ. ഗൈസ്, ഇനിയാണ് നമ്മുടെ മെയിൻ മാറ്റർ ആയിട്ടുള്ള നറൂട്ടോ ചാപ്റ്റർ 2 എന്നാണ് വരാൻ പോകുന്നത്. യെസ് ഗൈസ്, ഞാൻ ജസ്റ്റ് ഒരു ലീക്കും കാര്യങ്ങളൊക്കെ പറയാം. നറൂട്ടോ ചാപ്റ്റർ 2 ഒരു OB49 പോയിക്കൊണ്ടിരിക്കാനുള്ള അപ്ഡേറ്റ്, OB50 അപ്ഡേറ്റിലായിരിക്കും നറൂട്ടോ ചാപ്റ്റർ 2 വരാൻ പോകുന്നത്. സോ അപ്പോൾ OB50 അപ്ഡേറ്റിൽ വരാൻ പോകുമ്പോൾ ഈ ഒരു ചാപ്റ്റർ 2നെ പറ്റി OB49 അപ്ഡേറ്റ് എന്തെങ്കിലും ഹിന്റും കാര്യങ്ങളൊക്കെ വേണമല്ലോ. ജസ്റ്റ് അവർ ബ്ലൂ പ്രിന്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. നമ്മുടെ നറൂട്ടോ ചാപ്റ്റർ 2 വരാൻ പോകുന്ന ഇമോട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ നറൂട്ടോ ചാപ്റ്റർ 1 വന്നപ്പം തവളയുടെ സൂപ്പർ ഇമോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ നമ്മൾ ഈ വട്ടം പോരാൻ പോകുമ്പോൾ
വരാൻ പോകുന്നത് ഇറ്റാച്ച് ആണല്ലോ. ഇറ്റാച്ച് ഒരു സൂപ്പർ റിമോട്ടാണ് വരാൻ പോകുന്നത്. അതിൻ്റെ ഒരു PNG കാര്യങ്ങളൊക്കെ വെളിയിട്ടിട്ടുണ്ട് കേട്ടോ. ചെറിയ ബ്ലൂ പ്രിൻറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇതുവരെ അത് ശരിയായിട്ടില്ല, അവർ ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ഗൈസ് അവർ വരുന്ന സമയത്ത് നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിക്കോട്ടോ.